പെട്ടെന്നൊരു ഇന്ത്യാ വിരോധത്തിൻ്റെ കാരണം എന്താണ്? ഇതുവരെ അമേരിക്കയിൽ ആദരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ത്യക്കാർ. എന്ന് മാത്രമല്ല വലിയ കുഴപ്പക്കാരൊന്നുമല്ല, അല്ലാതെ ചില്ലറ തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടത്തുന്നതല്ലാതെ വലിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്തൊരു സമൂഹമാണ് നമ്മൾ. പൊതുവിൽ പിന്നെ പേടികൊണ്ട് എല്ലാ നിയമങ്ങളും അനുസരിക്കും. പേടിയുള്ളതുകൊണ്ടാണ്. കാരണം നമുക്ക് ഇതൊന്നും പിടിച്ചു നിൽക്കാനോ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് കഴിവില്ല. അതുകൊണ്ട് എല്ലാം നിയമങ്ങളെല്ലാം അനുസരിക്കുക. അങ്ങനെ മര്യാദക്കാരായ ഒരു സമൂഹമാണ് നമ്മൾ, കാരണം എന്തായാലും. അപ്പോൾ അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ഇന്ത്യാ വിരോധം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? എനിക്ക് തോന്നുന്നത് ഈ H1 വിസയിൽ വന്ന് ആളുകൾ വരുന്നു, അവർ ഒരുപാട് പേര് വരുന്നു, അവർ ഒരുപാട് പേർക്ക് ഇവിടെ, അതുമൂലം ഒരുപാട് പേർക്ക് ഇവിടെ ജോലി ഇല്ലാതാകുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ടാകുന്നു. ജോലി ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇവർ വന്നില്ലെങ്കിൽ ആ ജോലികളൊന്നും ആരും ചെയ്യാനുണ്ടാവില്ല. ആ ജോലികൾ ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഇല്ല. പിന്നെ എന്ന് മാത്രമല്ല, ഇവിടെ അവരൂടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചമായിട്ട് പോകുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഇതൊരു അധിനിവേശം പോലെയാണ് ഇന്ത്യക്കാർ വരുന്നത്, ഒരു വെട്ടുക്കിളികൾ പോലെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ധാരണ, ഒരു മിഥ്യാധാരണ പരത്താനായിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് കഴിഞ്ഞു. H1 വിസയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ വരുന്നു, ഇനി മതി, അമേരിക്ക ഫുള്ളായി, ഇനി ആളുകൾ വരേണ്ടതില്ല എന്നുള്ളൊരു ധാരണ പിന്നെ പിന്നെ പരക്കെ ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചില സംഭവങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഇന്നിപ്പം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ ഫോർ അസിസ്റ്റൻറ്റ് അറ്റോർണി ജനറൽ ഫോർ സിവിൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ് ഹർമീദ് ധില്ലൻ, അവർ കാലിഫോർണിയക്കാരിയാണ്, തീവ്ര റിപ്പബ്ലിക്കനാണ്, ട്രംപിൻ്റെ വലിയ അനുയായി. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ അസിസ്റ്റൻറ്റ് അറ്റോർണി ജനറൽ ആ പദവിയിലൊക്കെ നിയമിക്കുകയും ചെയ്തത്. അപ്പോൾ നേരത്തെ അത് വനിതാ ഗുപ്തയോ മറ്റോ ഇരുന്ന സ്ഥാനമാണ്. അപ്പോൾ ഇവർക്ക് ആ തീവ്ര നിലപാടുള്ള ആളുകൾ, പക്ഷേ അവർ പോലും ഇന്നൊരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഈ സിക്കുകാരായ ട്രക്ക് ഡ്രൈവർമാരെ വേട്ടയാടുന്നത് ശരിയല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പറഞ്ഞ്. അപ്പോൾ 2 സംഭവങ്ങളുണ്ടായി നമുക്കറിയാം. ഒന്ന്, ഫ്ലോറിഡയിൽ ഇല്ലീഗലായിട്ടുള്ള ഇന്ത്യക്കാരനാണ്. അവർ അയാൾ ഓടിച്ചിരുന്ന ട്രക്ക് പെട്ടെന്ന് തിരിയാൻ പാടില്ലാത്തത് തിരിഞ്ഞു. തൊട്ടു പുറകെ വന്ന വണ്ടി വാഹനം വന്ന് ഒരു വാനോ മറ്റോ അതിൽ നിന്ന് വന്ന് ഇടിച്ച് 3 പേര് മരിച്ചു. അപ്പോൾ അത് ഒരു ദേശീയ വാർത്തയായി മാറി. ഈ ഇല്ലീഗലായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് അർഹതയില്ലാത്ത ആളുകൾക്ക് ഈ 18 വീലർ അല്ലെ 24 വീലർ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. ആ ലൈസൻസ് കൊണ്ടാണ് അവർ അതിൻ്റെ മറവിലാണ് ഇത്രയും ഈ ആളുകളെ കൊല്ലുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ അത് പ്രസിഡന്റ് ട്രംപ് വരെ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇന്ത്യൻ സമൂഹത്തിന് തന്നെ ഒരു മോശമായൊരു കാര്യമായി, ലീഗലായിട്ട് വന്ന ഒരാൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നു. അപ്പോൾ അയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ജയിലിൽ മാറ്റുന്ന മറ്റോ ആൾ ചങ്ങലയിട്ടൊക്കെ കൊണ്ടുവന്ന് കാണുകയുണ്ടായി. മനഃപൂർവ്വം ചെയ്തതല്ല, അപകടമാണ്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ അതെല്ലാം വലിയ കുറ്റകൃത്യങ്ങളായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കാലിഫോർണിയയിൽ 21 വയസ്സുള്ള ഒരു പയ്യൻ, അതും സിക്കുകാരൻ തന്നെ, അവന് ഓടിച്ച ട്രെയിലർ പോയി കള്ളോ കഞ്ചാവോ ഒക്കെ അടിച്ച് ഫിറ്റായിട്ടാണ് അവൻ ഓടിച്ചത്, പോയി മറ്റു വണ്ടികളിൽ ഇടിച്ച് 3 പേര് മരിച്ചു. അപ്പോൾ അത് 2 സംഭവങ്ങൾ വന്നുകൂടി ഈ ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെയുള്ള ശക്തമായൊരു വികാരം, അധികൃതരൊക്കെ ആണെങ്കിലും ഇവരുടെ മുൻകാലങ്ങൾ പരിശോധിക്കാനും ഇവരുടെ ലൈസൻസ് പരിശോധിക്കാനും ഒക്കെ മുതിരുന്ന ഒരു സ്ഥിതി വന്നു. എന്ന് മാത്രമല്ല, ആളുകൾക്കിടയിലും ഈ മാധ്യമങ്ങൾക്കിടയിലും ഒക്കെ ഇവർക്കെതിരെ ഒരു വികാരം. ഇപ്പം നമുക്കറിയാം, ഈ ട്രക്ക് ഡ്രൈവർമാർ നല്ലൊരു പങ്ക് സിക്കുകാരാണ്. സിക്ക് വനിതകളും ഇപ്പോഴുണ്ട്. വളരെ ചുരുക്കമായിട്ടാണ് മലയാളികളുള്ളത്. നമുക്ക് പറ്റുന്ന ഒരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും അപ്പോൾ ഇവരെ ഈ ഹർമീദ് ധില്ലൻ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അവർ പറയുന്നത്, ഇത് ഒറ്റപ്പെട്ട 1-2 സംഭവത്തിൻ്റെ പേരിൽ ഈ ട്രക്ക് ഡ്രൈവർമാരെ മുഴുവൻ, സിക്കുകാരെ മുഴുവൻ ആക്ഷേപിക്കുന്നത് ശരിയല്ല, അവരെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. എന്തായാലും അവരങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നി. കാരണം നമ്മുടെ ആളുകൾ അവർ വിഷമത്തിലാകുമ്പോൾ നമ്മുടെ നിലപാടുകൾ എന്താണേലും നമ്മൾ ആളുകൾ തന്നെ നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരുന്നു. അപ്പോൾ ഇവർ സാമാന്യ നിലയിലൊരു തീവ്ര ട്രംപ് നിലപാട്, ആ റിപ്പബ്ലിക്കൻ നിലപാട് എടുക്കുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഇമിഗ്രൻസിനും കുടിയേറ്റക്കാർക്കും സിക്കുകാർക്കും അനുകൂലമായൊരു നിലപാടെടുത്തു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതിൻ്റെ ഇടയ്ക്കാണ് ദീപാവലി ആഘോഷങ്ങൾ പലയിടത്തും പടക്കം പൊട്ടിക്കരുതാത്തടത്ത് പൊട്ടിക്കുക. അതിൻ്റെ ആവശ്യം എന്താണ്? ഇത് ഇന്ത്യ അല്ലല്ലോ. ഈ മുഴുവൻ ലിറ്ററിങ്,
അവിടെ പിന്നെ മുഴുവൻ ചപ്പും ചവറും കൂട്ടിയിട്ടിട്ട് പോവുക, അത് ക്ലീനപ്പ് ചെയ്യാതെ പോവുക, ഇങ്ങനെയുള്ള ആളുകളെ അലോസരപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ ഒച്ചപ്പാടും ബഹളവും, പിന്നെ പാട്ടും കൂത്തും. ആളുകൾ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക അനുവാദവും ഇല്ലാത്ത പ്രത്യേക സ്ഥലങ്ങളിലല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ചെയ്യുക. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് അതെല്ലാം നമുക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നൊരു സ്ഥിതിയായി. സാധാരണ നിലയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ട്രക്ക് അപകടം ഉണ്ടാകുന്ന ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അപകടം ഉണ്ടാകുന്നതാണ് കള്ളു കുടിച്ചിട്ടല്ലെങ്കിൽ അല്ലാത്തത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം നമുക്കെതിരെ, നമ്മുടെ സമൂഹത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ സംഘടനകളും വഴക്കുണ്ടാക്കാൻ പോകുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും, അതുപോലെ പൊതുവഴികളിലൂടെ വലിയ പ്രകടനവും ജാഥയും മതപരമായ ഘോഷയാത്രയും ഒക്കെ നടത്തുന്നതും ഇതൊന്നും മോശമായിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളുമാണ് ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ. പക്ഷേ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമായി അത് മാറരുത് എന്ന് മാത്രമല്ല, അവർക്കിടയിൽ നമുക്കെതിരെ ഒരു നീരസം വളരാനും കാരണമാവരുത്. നമ്മളിവിടെ ജീവിക്കേണ്ട ആളുകളാണ്, ഈ സമൂഹത്തിൽ ഇഴുകിച്ചേരേണ്ട ആളുകളാണ്. നമുക്ക് വേറൊരു ലോയൽറ്റി ഉണ്ടെന്നോ ഇവിടുത്തോട് യാതൊരു താല്പര്യമില്ലെന്നോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ആർക്കും ഉണ്ടാകാൻ അവസരം കൊടുക്കുകയും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ.